ടേസ്റ്റുമായിട്ട് ഉള്ളൊരു ചിക്കൻ കറി ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം അതുപോലെ തന്നെ ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ ചിക്കൻ കറി നമുക്ക് ചെയ്യാം. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും. അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കൻ വേവിക്കുന്ന പാത്രം തന്നെ എടുത്ത് വെച്ചേക്കുവാണ്. ഒരു പാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് ഇപ്പം ഞാൻ ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ചിക്കൻ ഇതുപോലെ കറി പീസാക്കിയതാണ്, ചെറിയ പീസ്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വലുപ്പത്തിൽ ചിക്കൻ പീസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ചിക്കൻ പീസാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഈ പാനിലേക്ക് ആദ്യം തന്നെ കുറച്ച് സവോള ഇടുവാണ്. ഇത് ഒരു 2 സവോള, വലിയ 2 സവോള നീളത്തിൽ അരിഞ്ഞതാണ്. അപ്പം ഞാൻ അതാദ്യം ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് ഞാനിതിൽ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അതുപോലെ ഒരു 5 പച്ചമുളക് നെടുകെ കീറിയതാണ്, അതുപോലെ ഒരു 5 അല്ലി വലിയ അല്ലി വെളുത്തുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ അരിഞ്ഞിടാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വേകാനുള്ളതാണ്. പിന്നെ ഇത് കുറച്ച് കറിവേപ്പില, ഇത്രയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്താലേ ആ നല്ലൊരു നാടൻ കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ അതിനുശേഷം നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് തൊലിയെല്ലാം മാറ്റി കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഇട്ട ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ അവസാനം നോക്കിയിട്ട് നമുക്ക് ബാക്കി ഉപ്പ് ചേർക്കാം. അതുപോലെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. കുറച്ച് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. ഇതിൻ്റെ എരിവെന്ന് വെച്ചാൽ നമ്മൾ ചേർക്കുന്ന പച്ചമുളകും പിന്നെ കുരുമുളകിൻ്റെയും രുചിയാണ്. കുരുമുളക് കുറച്ച് കൂടുതൽ നിൽക്കണം, അതാണ് ഈ കറിക്കൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുരുമുളക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് അത്രയ്ക്ക് നല്ല എരിവുള്ള കുരുമുളകൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് ചേർക്കുക. പിന്നെ അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പൊടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് കൂടി പോകരുത് പൊടികൾ, നമ്മളുടെ ഒരു കൈ അളവിനനുസരിച്ച് ചേർക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ല, ഈ നാരങ്ങ നീരിൻ്റെ പുളിപ്പാണ് ഈ കറിക്ക് ഉണ്ടാവുന്നത്. ഇനി നമുക്കിതെല്ലാം കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കൈവച്ച് തന്നെ മിക്സ് ചെയ്ത് ചേർക്കുമ്പോഴാണ് നന്നായിട്ട് മിക്സായിട്ട് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റും കൊടുക്കുക. ഇപ്പം ഞാൻ ചിക്കനെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നന്നായി തന്നെ ഇത് മിക്സ് ചെയ്യണം, കാരണം ആ മിക്സിങ്ങിൽ എല്ലാം ചിക്കനിൽ നന്നായി പിടിക്കണം. ആ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാം ഫ്ലേവർ നന്നായിട്ട് പിടിക്കണം, നമ്മൾ ചേർത്ത മസാലയുടെ എല്ലാം ഫ്ലേവർ. അതുകൊണ്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്യണം കൈകൊണ്ട്. കുറച്ച് സമയം എടുത്ത് തന്നെ മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്ത് വെച്ച ശേഷം ഇനിയിപ്പോൾ ഈ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും അത് വേകാനായിട്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒരു 1/2 കപ്പ് വെള്ളം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച ശേഷം ഇത് നമുക്ക് വേകാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ വേകാനായിട്ട് ഞാനിപ്പോൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട്, ഒരുപാട് തീ കൂട്ടരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ വേവിച്ച് ഒരു 20-30 മിനിറ്റ് നമുക്ക് ചിക്കൻ ഇത് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് തന്നെ വേവിക്കണം. ഇടയ്ക്കൊന്ന് നിങ്ങൾ തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതിരിക്കാൻ. ഇപ്പോൾ തീ കുറച്ച് വയ്ക്കുകയാണെങ്കിൽ അടിക്കൊന്നും പിടിക്കത്തില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ചിക്കനൊക്കെ കുറച്ച് വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റായി ഞാനിപ്പം ഇത് അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്.
അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് ചിക്കനൊക്കെ കുറച്ച് വേഗമായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരവും കൂടെ ഒന്ന് വേവിക്കാം. ഇത് അടച്ച് വെച്ച് തന്നെ കുറച്ച് നേരവും കൂടെ ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ചിക്കനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു, നന്നായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഗ്രേവി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഗ്രേവി കുറച്ച് വേണ്ടാന്നുള്ളവർക്ക് കുറച്ച് ഇത് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ താളിച്ച് ചേർക്കണം. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഒന്ന് അടുത്ത അടുപ്പിലേക്ക് മാറ്റി വെച്ച ശേഷം ഒന്ന് താളിച്ച് ചേർക്കുവാണ്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ച് ചേർത്താൽ മാത്രം മതി. ഇപ്പം ചിക്കൻ ഞാൻ അടുത്ത അടുപ്പിലേക്കൊന്ന് മാറ്റി വെക്കുവാണ്. ഇനി നമുക്ക് താളിച്ച് ചേർക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. ഇനി എണ്ണ ഒന്ന് ചൂടാകണം. അപ്പോൾ എണ്ണ ചൂടായ ശേഷം നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം. കുറച്ച് കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ചെറിയൊരു ബ്രൗൺ കളറായി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയ ഉള്ളി നമ്മൾ എത്ര എടുക്കുന്നോ അത്രയും നല്ലതാണ്. ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഞാനിത്. ഇത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കുറച്ച് അധികം എടുത്താലും നല്ല ടേസ്റ്റാണ്. ഇനി ഈ ചെറിയ ഉള്ളി നല്ലൊരു ബ്രൗൺ കളറായി വരും. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ചെറിയ ഉള്ളി എനിക്ക് കിട്ടുന്ന ചെറിയ ഉള്ളി നല്ല വലിപ്പമുള്ളതാണ്. ഇത് ഈ സൈസിലെ ചെറിയ ഉള്ളിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ഇത് ഞാൻ ചെറുത് നോക്കി എടുത്തതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് എനിക്ക് കിട്ടിയത്. ഇതിൽ നല്ല വലിപ്പമാണ് ഇവിടെ കിട്ടുന്ന ഷാലറ്റ്സ് എന്ന് പറഞ്ഞ് കിട്ടുന്ന ചെറിയ ഉള്ളി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നു ചെറിയ ഉള്ളി എന്ന് പറഞ്ഞിട്ട് ഞാൻ സവോളയാണല്ലോ ചേർക്കുന്നതെന്ന്. പക്ഷേ ഇവിടെ കിട്ടുന്ന എനിക്ക് വലിയ ചെറിയ ഉള്ളി നല്ല വലിപ്പമുള്ളതാണ്. അപ്പോൾ ചെറിയ ഉള്ളി തന്നെയാണ് ഞാൻ ഈ ചേർക്കുന്നത്. പക്ഷെ ടേസ്റ്റും മണവും ഒക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയ ഉള്ളിയുടെ തന്നെയാണ്. അപ്പോൾ ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂക്കണം. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെറിയ ഉള്ളിയും തേങ്ങയൊക്കെ കുറച്ചധികം ഇട്ടാലും മൂപ്പിച്ചെടുത്തിട്ട് കറിയിൽ ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് എടുക്കുക. അധികം ഇഷ്ടമില്ലാത്തവർ കുറച്ചെടുത്ത് മൂപ്പിച്ച് ചേർത്താൽ മതി. അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ചേർക്കാം. അപ്പം ഞാൻ അടുപ്പ് ഓഫ് ചെയ്ത ശേഷം ആ ചിക്കൻ കറി ഇങ്ങോട്ട് വെച്ചു. ഇതിലേക്ക് നമുക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ താളിച്ചതെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്തു. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പം നമ്മൾ താളിച്ച് കഴിഞ്ഞ ശേഷം ആ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിക്കണം. അത് ഞാൻ വിട്ടുപോയി നിങ്ങളെ പറയാനും കാണിക്കാനുമായിട്ട്. അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്കൊന്ന് തൂകിയിട്ടുണ്ട്. അപ്പം എരിവിനനുസരിച്ച് നിങ്ങൾ കുരുമുളക് പൊടി ചേർക്കുക. ഇതിപ്പോൾ 2 മിനിറ്റ് ഞാനൊന്ന് അടച്ച് വെച്ചു. ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. അതുപോലെ വളരെ ടേസ്റ്റുമാണ്. ഇപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.